നമസ്കാരം. എഡി പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ നല്ല ശമ്പളത്തിൽ ജോലി കിട്ടുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സ് അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. ഇന്ന് പലർക്കും പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചോ ഒരു കോഴ്സിന്റെയും ജോലി സാധ്യതയെക്കുറിച്ചോ അറിയില്ല എന്നതാണ് സത്യം. ഏത് പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചാലും ജോലി കിട്ടും എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അതുകൊണ്ടാണ് ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചിട്ടും ചിലർക്ക് മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും ജോലി ലഭിക്കാത്തത്. ചിലർക്ക് ജോലി ലഭിച്ചാൽ തന്നെ അത് തുച്ഛമായ ശമ്പളത്തിലായിരിക്കും. +2 കഴിഞ്ഞ ശേഷം ജോലി ഉറപ്പായി ലഭിക്കുന്ന, അതും കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ 80,000 രൂപ വരെ മാസം ശമ്പളം ലഭിക്കുന്ന പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മാത്രമല്ല, മറ്റുള്ളവരെ പോലെ പഠനശേഷം ജോലി അന്വേഷിച്ച് നടക്കേണ്ടി വരുന്ന ഒരു കോഴ്സിന് ചേരേണ്ടി വരികയുമില്ല. ആദ്യം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞാൽ ജോലി ലഭിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഒരേപോലെ ജോലി സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഇല്ലാത്ത ഏതെങ്കിലും കോഴ്സ് തിരഞ്ഞെടുത്താൽ ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹോസ്പിറ്റലോ ലേറ്റസ്റ്റ് മെഷീൻസ് ഒന്നും തന്നെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കോളേജിൽ നിന്നും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒന്നും നേടാതെ തിയറി മാത്രം പഠിച്ച ശേഷം ലഭിക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ച് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊരു കാര്യം അറിയേണ്ടത്, ഫ്രഷേഴ്സിന് എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് വളരെ ഉത്തരവാദിത്തമുള്ള ആരോഗ്യ മേഖലയിൽ ജോലി ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എപ്പോഴും പഠിച്ച സ്ഥലത്ത് തന്നെ പ്ലേസ്മെന്റ് കിട്ടിയാൽ പിന്നെ പല സ്ഥലത്തും ജോലി അന്വേഷിച്ച് നടക്കേണ്ടി വരികയുമില്ല. കൂടാതെ പ്ലേസ്മെന്റ് ലഭിക്കുന്നത് ഏതെങ്കിലും അറിയപ്പെടുന്ന ഹോസ്പിറ്റലിൽ ആണെങ്കിൽ പിന്നെ അവിടുത്തെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ശമ്പളത്തിൽ ഇന്ത്യയിലോ വിദേശത്തോ ഏതെങ്കിലും നല്ല സ്ഥാപനത്തിൽ കൂടുതൽ ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കാനും സഹായിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കുറഞ്ഞ ഫീസ് നോക്കി ലേറ്റസ്റ്റ് മെഷീൻസ് ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു ചെറിയ കോളേജിൽ നിന്നും എടുക്കുന്ന ഡിഗ്രി കൊണ്ട് ഏതെങ്കിലും നല്ല സ്ഥാപനത്തിൽ ജോലി ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, പഠനശേഷം ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ തുടക്കത്തിൽ തന്നെ ചെറിയ ശമ്പളത്തിൽ ജോലിക്ക് കയറിയാൽ പിന്നെ നിങ്ങളുടെ ജോലി എപ്പോഴും ആ നിലവാരത്തിൽ തുടരാനാണ് കൂടുതൽ സാധ്യത എന്നതുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിന് ചേരുന്നതിന് മുൻപ് നിർബന്ധമായും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. 1. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് ഡിമാൻഡ് ഉണ്ടോ? 2. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ ലേറ്റസ്റ്റ് മെഷീൻസും മറ്റ് സൗകര്യങ്ങളും ഉള്ള മോഡേൺ ഹോസ്പിറ്റൽ തന്നെയാണോ? 3. കോഴ്സ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് നൽകുന്നുണ്ടോ? ഇനി പഠനം കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 7 പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റിയും ലഭിക്കുന്ന ശമ്പളത്തെ പറ്റിയും അറിയാം. അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഡിഗ്രി മുതൽ PhD വരെയുള്ള എല്ലാ കോഴ്സുകളെ കുറിച്ചുമുള്ള വീഡിയോകളും കൂടാതെ ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോലി അവസരങ്ങളെ കുറിച്ചുമുള്ള വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളുടെ തുടർ പഠനത്തിനും കരിയറിനും ഉപകാരപ്പെടുന്ന നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി കോഴ്സ് കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് ലഭിക്കുന്ന 7 പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്നറിയാം. പഠിച്ചാൽ ഉടൻ തന്നെ ജോലി ലഭിക്കുന്ന 7 കോഴ്സുകളുടെ ലിസ്റ്റിൽ 7ാമത് വരുന്ന കോഴ്സാണ് BSc MLT അഥവാ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഡയഗ്നോസിസ് ഇല്ലാതെ ട്രീറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ MLT പ്രൊഫഷണൽസിന് ഹോസ്പിറ്റൽസിലും ലാബ്സിലും സ്ഥിരം ഡിമാൻഡ് ഉണ്ട്. അഡ്വാൻസ് ഡയഗ്നോസ്റ്റിക് ലാബ്സിൽ ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് ഇന്ത്യയിലും വിദേശത്തും നല്ല ജോലി അവസരങ്ങളാണ് ഉള്ളത്. ഫ്രഷേഴ്സിന് കിട്ടുന്ന മിനിമം സാലറി ഏകദേശം 25,000 രൂപയാണ്. ലിസ്റ്റിൽ 6ാമത് വരുന്ന കോഴ്സാണ് BSc ഡയാലിസിസ്. കിഡ്നി ഡിസീസ് വർദ്ധിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഡയാലിസിസ് ടെക്നോളജിസ്റ്റിനുള്ള ഡിമാൻഡ് ദിവസേന കൂടി വരികയാണ്. പഠിക്കുന്ന സ്ഥലത്ത് ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടോ, ശരിക്കുമുള്ള ഡയാലിസിസ് യൂണിറ്റിൽ ട്രെയിനിങ് ലഭിക്കുമോ എന്നുള്ളത് ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലേസ്മെന്റ് ഉള്ള സ്ഥലത്ത് പഠിച്ചാൽ തുടക്കത്തിൽ തന്നെ ജോലി ഉറപ്പാക്കാം. എക്സ്പീരിയൻസ് കിട്ടുന്നതനുസരിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പിന്നീട് മാറുകയും ചെയ്യാം. ഡയാലിസിസ് ടെക്നോളജിസ്റ്റിന് തുടക്കത്തിൽ കിട്ടുന്ന സാലറി 25,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ്. പ്ലേസ്മെന്റ് ലഭിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റിൽ 5ാമത് വരുന്ന കോഴ്സാണ് BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സ്. ഡോക്ടേഴ്സിനെ, പ്രത്യേകിച്ചും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസ് ആണ് ഫിസിഷ്യൻ അസിസ്റ്റൻസ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ കോഓർഡിനേറ്ററായും ഇവർ പ്രവർത്തിക്കാറുണ്ട്. താരതമ്യേന പുതുതായ ഈ കോഴ്സ് എപ്പോഴും വലിയ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. ഡോക്ടേഴ്സുമായി എപ്പോഴും നല്ല ഇന്ററാക്ഷൻ ലഭിക്കുന്നതിനാൽ ഈ കോഴ്സിന് നല്ല വാല്യൂ ആണ് ഉള്ളത്. മാത്രമല്ല, കോഴ്സ് കഴിഞ്ഞവർക്ക് തുടക്കത്തിൽ തന്നെ ഏകദേശം 50,000 രൂപ മുതൽ 65,000 രൂപ വരെ സാലറി ലഭിക്കുന്നുണ്ട്. പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റിൽ 4ാമത്തെ കോഴ്സാണ് BSc ക്രിട്ടിക്കൽ കെയർ. ICUവിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും
ക്രിട്ടിക്കൽ കെയർ പ്രൊഫഷണൽസിന് വളരെ അത്യാവശ്യമാണ്. വെന്റിലേറ്റർ ഹാൻഡ്ലിംഗ്, ICU മോണിറ്ററിംഗ്, എമർജൻസി റെസ്പോൺസ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഈ കോഴ്സിന്റെ സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹോസ്പിറ്റലിലോ ഒരു ക്ലിനിക്ക് പോലുമില്ലാത്ത ഏതെങ്കിലും കോളേജിൽ നിന്ന് ക്രിട്ടിക്കൽ കെയർ കോഴ്സ് പാസ്സായാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഫ്രഷേഴ്സിന് തുടക്കത്തിൽ ലഭിക്കുന്ന സാലറി ഏകദേശം 40,000 രൂപ വരെ ആണ്. ഈ പ്രൊഫഷന് വിദേശത്ത്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലും UK-യിലും കാനഡയിലും നല്ല ജോലി അവസരങ്ങളുമാണ് ഉള്ളത്. മുൻപ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും ആംബുലൻസിലും ജോലി ചെയ്തിരുന്ന നഴ്സസിന് പകരം ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം പരിശീലനം ലഭിച്ച ക്രിട്ടിക്കൽ കെയർ പ്രൊഫഷണൽസിനെ ആണ് പല സ്ഥാപനങ്ങളും റിക്രൂട്ട് ചെയ്യുന്നത്. വിദേശത്ത് ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും ടോപ്പ് ഹോസ്പിറ്റലുകളിൽ നിന്നും ഈ കോഴ്സ് പഠിച്ചാൽ നല്ല ജോലി സാധ്യതയാണ് ഉള്ളത്. ഈ ലിസ്റ്റിൽ മൂന്നാമത്തേതാണ് BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി അഥവാ BSc AT ആൻഡ് OT. കേരളത്തിൽ അനസ്തേഷ്യയും ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയും ഉൾപ്പെടുന്ന കോഴ്സ് ലഭ്യമല്ല. കേരളത്തിലുള്ളത് BSc അനസ്തേഷ്യ മാത്രമാണ്. കേരളത്തിന് വെളിയിൽ പല സ്ഥലത്തും BSc AT ആൻഡ് OT കോഴ്സ് ലഭ്യമാണ്. AT ആൻഡ് OT രണ്ടും ഉൾപ്പെടുന്ന കോഴ്സായത് കൊണ്ട് തന്നെ ഈ കോഴ്സ് പാസ്സാവുന്നവർക്ക് അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലും ഓപ്പറേഷൻ തിയേറ്ററിലും ജോലി ലഭിക്കും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഈ കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററും അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റുമുള്ള ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. BSc AT ആൻഡ് OT കഴിഞ്ഞ ഫ്രഷേഴ്സിന് തുടക്കത്തിൽ ലഭിക്കുന്ന ശമ്പളം എന്നത് ഏകദേശം 35,000 രൂപയാണ്. കോഴ്സ് കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് ലഭിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത് BSc റേഡിയോ തെറാപ്പി കോഴ്സാണ്. ക്യാൻസർ ട്രീറ്റ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് റേഡിയോ തെറാപ്പി ടെക്നോളജിസ്റ്റിനുള്ളത്. അഡ്വാൻസ്ഡ് റേഡിയേഷൻ മെഷീൻസിൽ ട്രെയിനിങ് ഉൾപ്പെടുന്നതാണ് ഈ കോഴ്സ്. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം ലഭ്യമായ ഈ കോഴ്സിന് വളരെ വിദേശ രാജ്യങ്ങളിൽ നല്ല ഡിമാൻഡും ജോലി സാധ്യതകളും ഉണ്ട്. പഠിച്ചിറങ്ങുന്നവർ കുറവായതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് മെഷീൻസ് ഉള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങുന്നവർക്ക് 100% പ്ലേസ്മെന്റ് ഉറപ്പാണ്. പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും നല്ല സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണിത്. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ചും എല്ലാ ക്യാൻസർ ഹോസ്പിറ്റലുകളിലും റിസർച്ച് സെന്ററുകളിലും റേഡിയോ തെറാപ്പി ടെക്നോളജിസ്റ്റ് കൂടിയേ തീരൂ. വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമുള്ള ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർ കുറവായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്യും. ഫ്രഷേഴ്സിന് തുടക്കത്തിൽ തന്നെ ഏകദേശം 40,000 രൂപ മുതൽ 60,000 രൂപ വരെ ആണ് സാലറി ലഭിക്കുന്നത്. പഠനശേഷം ഉടൻ തന്നെ പ്ലേസ്മെന്റ് ലഭിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം വരുന്നത് BSc ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സാണ്. BSc ന്യൂക്ലിയർ മെഡിസിൻ ഒരു സാധാരണ മെഡിക്കൽ കോഴ്സല്ല. വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ഹൈ സാലറി പൊട്ടൻഷ്യൽ ഉള്ള ഒരു റയർ കോഴ്സാണ്. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ അതായത് ബാർക്കിന്റെ അപ്രൂവൽ ലഭിച്ചിട്ടുള്ള വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമാണ് ഈ കോഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഈ കോഴ്സ് ലഭ്യമായിട്ടുള്ളത്. ഇന്ത്യയിലും വിദേശത്തും വളരെയധികം ജോലി സാധ്യതയുള്ള വളരെ പൊട്ടൻഷ്യലുള്ള ഈ റയർ കോഴ്സിന് വളരെ ഉയർന്ന ശമ്പളമാണ് ലഭിക്കുന്നത്. കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ന്യൂക്ലിയർ മെഡിസിനിൽ MSc PhD കോഴ്സുകൾ ലഭ്യമാണ്. പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന ഒരു കോഴ്സാണിത്. ഫ്രഷേഴ്സിന് തുടക്കത്തിൽ തന്നെ ഏകദേശം 60,000 രൂപ മുതൽ 80,000 രൂപ വരെ സാലറി ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ഈ കോഴ്സ് കഴിഞ്ഞ ശേഷം അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നവരും ഉണ്ട്. ഇനി ഈ പറഞ്ഞ പാരാമെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്ലേസ്മെന്റ് നൽകുന്ന ഹോസ്പിറ്റലുകൾ ഏതൊക്കെയെന്നറിയാനും മറ്റു കൂടുതൽ വിവരങ്ങൾക്കും പ്ലേസ്മെന്റ് ഉള്ള ഹോസ്പിറ്റലുകളിൽ അഡ്മിഷൻ എടുക്കുന്നതിനുള്ള ഗൈഡൻസിനും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് 2025 സാലറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വീഡിയോ നിങ്ങൾ പിന്നീടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ആ സാലറി കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിന് ചേരുന്നതിന് മുൻപ് കോഴ്സ് മാത്രം നോക്കാതെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കൂടി നോക്കുകയും പിന്നെ കോഴ്സ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ലഭിക്കുമോ എന്നുകൂടി മനസ്സിലാക്കുകയും ചെയ്യുക. എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ്. അതുപോലെ ഈ കോഴ്സുകൾ എപ്പോഴും ആധുനിക മെഷീൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുക. പാരാമെഡിക്കൽ മേഖലയിലെ ജോലികൾ നഴ്സിംഗ് മേഖലയിലെ പോലെ ഒരു ഗ്രൂപ്പായി ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. അത് പലപ്പോഴും ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് മെഷീൻസിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടിയാൽ മാത്രമേ ടോപ്പ് ഹോസ്പിറ്റലുകളിൽ നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കൂ. കൂടാതെ എപ്പോഴും പഠിച്ചാൽ ഉടൻ തന്നെ ജോലി ലഭിക്കുന്ന പ്ലേസ്മെന്റ് ഉള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കോഴ്സുകളെയും ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ കോഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങളെ സഹായിക്കും. ഈ കോഴ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി നൽകുന്നതാണ്.
കൂടാതെ നല്ല ശമ്പളത്തിൽ നൽകുന്ന ഹോസ്പിറ്റലിൽ ഈ കോഴ്സിന് ചേരാൻ വേണ്ട ഗൈഡൻസിനും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.